എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. ബ്രേക്ക്ഫാസ്റ്റുകളിലും ഈവനിങ് സ്നാക്സായും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു ചീസ് ബ്രെഡ് റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. യാതൊരുവിധ പ്രിസർവേറ്റീവുകളോ മായങ്ങളോ ഒന്നും ചേർക്കാതെയാണ് ചീസ് ബ്രെഡ് റോളുകൾ തയ്യാറാക്കുന്നത്. പോഷകസമ്പുഷ്ടമായ പാലും അനുബന്ധ ഉൽപ്പന്നങ്ങളായ ബട്ടർ, ചീസ്, ക്രീം എന്നിവ നിശ്ചിതമായ അളവിൽ ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന തികച്ചും ആരോഗ്യകരമായ ബേക്കറി ഉൽപ്പന്നമാണിത്. ചീസ് ബ്രെഡ് റോൾ തയ്യാറാക്കുന്നതിനായി ആദ്യം വൃത്തിയുള്ള ഒരു പാത്രത്തിൽ 250 ഗ്രാം മൈദ അരിച്ച് അളന്നെടുക്കുക. ഇതിലേക്ക് ക്രമാനുഗതമായി 4 ഗ്രാം ഈസ്റ്റ്, 15 ഗ്രാം പാൽപ്പൊടി, 3 ഗ്രാം ഉപ്പ്, പഞ്ചസാര 25 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, ഒരു മുട്ട, പാൽ 130 ഗ്രാം എന്നിവ ചേർത്ത് നന്നായി കുഴച്ചു തുടങ്ങുക. നാല് മിനിറ്റ് സമയം ഇതേ രീതിയിൽ കുഴച്ച ശേഷം ഇതിലേക്ക് 15 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് കുഴയ്ക്കുന്നത് തുടരുക. ഈ മാവ് നന്നായി യോജിച്ച ശേഷം ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നന്നായി കുഴച്ചെടുക്കുക. നല്ല വലിച്ചിലുള്ള പരുവം ആകുന്നത് വരെ വേണം ഇത് കുഴച്ചെടുക്കുവാൻ. മൈദയിൽ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീനാണ് ഉള്ളത്. നിശ്ചിത അളവിൽ ഈർപ്പം ചേർത്ത് മൈദ കുഴച്ചെടുക്കുമ്പോൾ ഈ പ്രോട്ടീൻ മൈദയിൽ ഒരു നെറ്റ്വർക്ക് പോലെ രൂപപ്പെട്ട് ഒരു ഇലാസ്തികത മാവിന് നൽകുന്നു. ഇത്തരത്തിൽ രൂപപ്പെട്ടു വരുന്ന ഗ്ലൂട്ടൻ നെറ്റ്വർക്കാണ് ഈസ്റ്റ് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മാവിൽ പിടിച്ചു നിർത്തി ഉൽപ്പന്നത്തെ മൃദുവാക്കി മാറ്റുവാൻ സഹായിക്കുന്നത്. ഇതേ രീതിയിൽ മാവ് കുഴച്ചെടുത്തു വരുന്നതിനായി ഏകദേശം 20 മിനിറ്റ് സമയം വേണ്ടിവരുന്നതാണ്. നേരത്തെ പറഞ്ഞ രീതിയിൽ കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവിനെ പരുവം ആയെന്ന് ഉറപ്പാക്കിയ ശേഷം വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി 40 മിനിറ്റ് സമയം വരെ ഫെർമെന്റേഷനായി അനുവദിക്കുക. ഇത് ഇനീഷ്യൽ പ്രൂവിംഗ് ടൈം എന്നറിയപ്പെടുന്നു. ഇത് മാറ്റിവെച്ച ശേഷം ചീസ് റോൾ തയ്യാറാക്കാൻ ആവശ്യമായ ചീസ് സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 40 ഗ്രാം ലൈറ്റ് ക്രീം അളന്നെടുത്ത് ചെറുതീയിൽ ചൂടാക്കിയെടുക്കുക. ക്രീം ചൂടായി അലിഞ്ഞു വരുന്ന പക്ഷം ഇതിലേക്ക് 10 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് യോജിപ്പിക്കുക. റൂം ടെമ്പറേച്ചറിലായിരുന്ന ബട്ടർ നന്നായി അലിഞ്ഞു ചേർന്ന ശേഷം ഇതിലേക്ക് 60 ഗ്രാം ക്രീം ചീസ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ചീസ് അലിഞ്ഞു ചേർന്ന ശേഷം ഉടനെ തന്നെ തീ അണച്ച് ഇതിലേക്ക് 25 ഗ്രാം പഞ്ചസാര പൊടി കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി തണുക്കാനായി മാറ്റിവെക്കുക. തയ്യാറാക്കിയ ചീസ് സോസ് നന്നായി തണുത്ത ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നിറച്ച് മാറ്റിവെക്കുക. നാൽപ്പത് മിനിറ്റ് പ്രൂവിങ്ങിന് ശേഷം പൊന്തി വന്നിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അമർത്തി പാത്രത്തിൽ നിന്നും മാറ്റി മൃദുവാക്കി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഉരുട്ടി വയ്ക്കുക.
ഇതിൽ നിന്നും അല്പം മാവ് കൈകൊണ്ടെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വിൻഡോ പെയിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി മാവിന്റെ പരുവം മനസ്സിലാക്കാവുന്നതാണ്. ഇത് കൈകൊണ്ട് വലിച്ചു നോക്കുമ്പോൾ കനം കുറഞ്ഞ പൊട്ടിപ്പോകാത്ത വലിച്ചിലുള്ള സുതാര്യമായ മാവായി മാറുന്നത് കാണാം. അടുത്തതായി ഈ മാവിനെ ആവശ്യമായ തൂക്കത്തിൽ മുറിച്ചെടുക്കേണ്ടതാണ്. ഇവിടെ 60 ഗ്രാം തൂക്കമുള്ള 8 കഷ്ണങ്ങളായാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് നന്നായി അമർത്തി ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഉരുട്ടിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ വേണം ബൺ തയ്യാറാക്കി എടുക്കേണ്ടതും. ഉപരിതലം മിനുസമാർന്ന രീതിയിൽ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇവയെ വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം പൊടി വിതറിയ വർക്ക് ടേബിളിൽ വെച്ച് പരത്തി മടക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇരുവശങ്ങളും വീതി കുറഞ്ഞ രീതിയിൽ ഉരുട്ടി ആകൃതി വരുത്തിയെടുക്കുക. പിന്നീട് അല്പം ബട്ടർ തടവിയ ബേക്കിംഗ് ട്രേയിൽ നിശ്ചിത അകലത്തിൽ ഇവയെ നിരത്തി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ മാവ് തമ്മിൽ ഉരുട്ടി യോജിപ്പിച്ച വശം അടിയിൽ വരുന്ന രീതിയിൽ വേണം നിരത്തുവാൻ. അടുത്തതായി 30 മിനിറ്റ് സമയം ഫൈനൽ പ്രൂവിങ്ങിനായി മാറ്റിവെക്കുക. 30 മിനിറ്റ് ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഇവയുടെ മേൽ അല്പം മൈദ ഒരു അരിപ്പയുടെ സഹായത്തോടെ വിതറുക. തുടർന്ന് മൂർച്ചയുള്ള ഒരു ബ്ലേഡിന്റെ സഹായത്തോടെ വീഡിയോയിൽ കാണുന്നത് പോലെ മുകൾ ഭാഗം വരഞ്ഞ് മുറിക്കുക. ഇങ്ങനെ മുറിക്കുമ്പോൾ 1/2 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴം ആവാവുന്നതുമാണ്. എല്ലാ റോളുകളും മുറിച്ച ശേഷം നേരത്തെ തയ്യാറാക്കിയ ചീസ് സോസ് ഇവയ്ക്ക് മുകളിൽ പൈപ്പ് ചെയ്യുക. അടുത്തതായി റോളുകൾ ബേക്ക് ചെയ്യുന്നതിനായി ഓവനെ 185 ഡിഗ്രി സെൽഷ്യസിൽ 1 മിനിറ്റ് സമയം വരെ പ്രീഹീറ്റ് ചെയ്യുക. തുടർന്ന് ചൂടായിരിക്കുന്ന ഓവനിൽ 25 മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുക്കുക. ചീസ് ഉരുകി ഇളം തവിട്ട് നിറമാകുന്നത് വരെ ബേക്ക് ചെയ്ത ശേഷം റോളുകൾ പുറത്തെടുത്ത് ചൂടോടുകൂടി തന്നെ വിളമ്പി തുടങ്ങാവുന്നതാണ്. രുചികരവും വ്യത്യസ്തവും ആരോഗ്യദായകവുമായ നല്ലൊരു ചീസ് ബ്രെഡ് റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.